23 മുതൽ 26 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാണ്. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിൽ ആയിപ്പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഓക്കെ, സജിദേവിന്റെ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വന്നിട്ട് അതിനകത്തിലെ 25, 26 വാക്യം ഒന്ന് വായിച്ചാണ്. Matthew chapter 5 verse 25 and 26. Agree with thy advisory quickly while thou art in the way with him. Least at any time the advisory deliver thee to the judge. And judge deliver thee to the officer. And thou be cast into prison. മതി. അപ്പം നമ്മളെ പെന്തക്കോസ്ത് വന്നിട്ട് ഇത്രയും കാലമായിട്ട് കർത്താവിനെ ആരെങ്കിലും നിങ്ങൾ ജയിലിൽ കിടക്കുന്നതെന്നോ കോർട്ടിൽ കൊണ്ടുപോകുന്നോ ജഡ്ജിന്റെ അടുക്ക പോകുന്നോ വല്ലതും പഠിപ്പിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. യേശു പറഞ്ഞു, നീ ക്ഷമിച്ചില്ലെന്നുണ്ടെങ്കിൽ നിന്റെ കാര്യം എവിടെയാ? നേരെ ശത്രു കൊണ്ടുവന്ന് എവിടെ കൊണ്ടുപോയി? ജഡ്ജിന്റെ അടുക്ക കൊണ്ടുപോകും. ജഡ്ജി നിന്നെ പിടിച്ച് പോലീസിന്റെ കൈ കേൾപ്പിക്കും. പോലീസ് നിന്നെ പിടിച്ച് എവിടെ ഇടും? പ്രസംഗിലിടും, ജയിലിൽ കിടക്കും. ഇത് ആരാ പഠിപ്പിച്ചത്? കർത്താവ്. ഈ നിങ്ങള് കർത്താവിന്റെ ദാസൻ ഈ പെന്തക്കോസ്ത് കോളത്തിൽ വന്നിട്ട് ഇത്രയും കാലമായി അയ്യോ എന്തോരം പ്രസംഗങ്ങള് കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇല്ലയോ? ഈ വലിയ വലിയ ബൈബിൾ ശാസ്ത്രജ്ഞന്മാർ വരെ ഉണ്ടല്ലോ. ഇവരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ ഇതേമാതിരി കോർട്ടിൽ പോയിട്ട് ഗതികേട് വരും, അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് വല്ലതും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? ഇതിനകത്ത് പച്ചക്ക് എഴുതിയിരിക്കുന്നില്ലേ? ഇതിനകത്ത് ഇത് വ്യാഖ്യാനിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കോടതി കൊണ്ടുപോകും. കോടതിയിൽ നിന്ന് ജഡ്ജിന്റെ അടുക്ക കൊണ്ടുപോകും. ജഡ്ജ് അഡ്വൈസറി എന്നൊരു വാക്കുണ്ടോ? പ്രതിയോഗി. അത് ലീഗൽ വേർഡാണ്. എന്ന് പറഞ്ഞാൽ കോടതി ഭാഷയാണ്. എന്ത് ഭാഷയാ? കോടതി ഭാഷ. അഡ്വൈസറി എന്നുള്ളത് ഒരിടത്ത് മാത്രമേ ഉള്ളൂ. പത്രോസ് പറഞ്ഞിട്ടുണ്ടോ? പത്രോസ് പറഞ്ഞേക്കുന്നതെന്ന് എടുത്താണ് 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. 1 പത്രോസ് 5-ന്റെ 8-ാമത്തെ വാക്യം. ഇംഗ്ലീഷ് വായന. ഒരു മിനിറ്റ്. മലയാളത്തിലായാലും കുഴപ്പമില്ല. നിർമ്മതരായിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പ്രതിയോഗിയായ പിശാച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസറി എന്നാണ് എഴുതിയിരിക്കുന്നത്. അഡ്വൈസറി അഡ്വൈസറി ദ ഡെവിൾ as a roaring lion about seeking whom he may devour. അപ്പൊ നിന്നെ വിഴുങ്ങാൻ വേണ്ടി പിശാച് എന്തോ നോക്കി നടക്കുക. അപ്പൊ ക്ഷമിക്കുന്നതാണോ നല്ലത്, ക്ഷമിക്കാതിരിക്കുന്നതാണോ നല്ലത്? ക്ഷമിക്കുന്നതാണ് നല്ലത്. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. എൻ്റെ മാതാപിതാക്കള്, എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ക്ഷമിക്കുന്ന ആൾക്കാരായിരുന്നു. എൻ്റെ വല്യപ്പച്ചനും ഇന്ന് രാവിലെ എൻ്റെ അനിയനുമായിട്ട് സംസാരിച്ചപ്പോൾ
എൻ്റെ ഏറ്റവും ഇളയ അനിയൻ്റെ ഒരു മകനുണ്ട്. അവനൊരു വീട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പം അവന് അതിൻ്റെ അയൽവക്കത്തുള്ളവരുമായിട്ട് ചിലപ്പം പ്രശ്നമുണ്ടായി, വാഗ്വാദം ഉണ്ടായി. അപ്പം അവരുടെ വീട്ടിലെ ഒരാൾ മരിച്ചു. അപ്പം മരിച്ച ഉടനെ നീ എന്താണ് അവിടോട്ട് പോകാഞ്ഞത്? അപ്പം അനിയൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, അപ്പം പിന്നെ ഒരു വഴക്കുണ്ടായതുകൊണ്ട് പോകാതിരിക്കുക. എടാ നീ ഒരു പെന്തിക്കോസുകാരനല്ലയോ, ക്ഷമിക്കണ്ടായോ? എൻ്റെ അനിയൻ അവൻ ഇപ്പോഴും യാക്കോബായി തന്നെ ഇരിക്കുന്നത്. എടാ നീ ഒരു പെന്തിക്കോസുകാരനല്ലയോ, ക്ഷമിക്കണ്ടായോ? ക്ഷമിച്ചിട്ട് പോകണ്ടായോ? ഇവന് മനസ്സുണ്ടെങ്കിലും ആ മനസ്സ് എന്ത് ചെയ്യുന്നില്ല, ക്ഷമിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഒടുവിൽ എൻ്റെ അനിയൻ, കാരണം ഞങ്ങളെല്ലാം ഈ ക്ഷമിക്കാൻ പഠിപ്പിച്ചതും പഠിച്ചതുമായിട്ടുള്ള ഒരു കുടുംബത്തിലുള്ളതായതുകൊണ്ട് ക്ഷമിക്കാൻ വളരെ ഈസിയാണ്. അനേകർക്ക് ക്ഷമിക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. കഴിയത്തില്ല. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് ക്ഷമിക്കാൻ. അതെങ്ങനെയാണ് ക്ഷമിക്കുന്നതെന്ന് ഞാൻ ഇന്ന് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞു തരാം, എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ. അപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ കൈ കിടക്കുക? സാത്താന്റെ കയ്യിൽ. സാത്താൻ്റെ കയ്യിലെ ഒരു ഉരുപ്പടിയാ. അവന് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് അനേകര് രോഗികളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടബാധ്യതയും ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം പലരും അനുഭവിക്കുന്നത്. ഒത്തിരി കഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഈ പ്രയാസം അനുഭവിക്കുന്ന ആരാന്നറിയാമോ? കർത്താന്റെ ദാസന്മാര്. ഹിന്ദുക്കളല്ല. ഹിന്ദുക്കളല്ല. അവർ വീണ്ടെടുക്കപ്പെട്ടു. പിന്നെ ക്ഷമിക്കും. അവർ ഭയങ്കര ക്ഷമിക്കുന്നവരാ. ക്ഷമിക്കാത്ത ആരാന്നറിയാമോ? നമ്മള്. പെന്തക്കോസ്തുകാരാ കൂടുതൽ ക്ഷമിക്കാത്ത. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞവര് മദ്യപാനികൾ പെട്ടെന്ന് ക്ഷമിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മക്കളെ, ക്ഷമിക്കാൻ വളരെ ഈസിയാണ്. ക്ഷമിക്കാതിരുന്നിട്ടുണ്ട് വലിയ പ്രയാസമാണ്. ഇനി നമ്മൾ 18-ാം അധ്യായത്തിലേക്ക് പോകാം. ഒത്തിരി സ്ഥലത്തുണ്ട്. 18-ാം അധ്യായമാണ് കർത്താവിന്റെ ദാസൻ പറഞ്ഞ വിഷയം. അതിലോട്ട് പോകാം. അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ആ. ഒരുത്തൻ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ ഉം. അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ തള്ളിക്കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഏതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തുന്ന ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. ഉം. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ച ആകിയാൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യ അഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ട് മുടന്തനായിട്ടോ ജീവനിൽ കിടക്കുന്നത് നന്ന്. പ്രൈസ് ദി ലോർഡ്. ഇത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നതിന്റെ എല്ലാ ഉദ്ദേശം എന്താണെന്നറിയാമോ? നീ ജീവനിൽ കടക്കാനായിട്ട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ജീവനിൽ കടക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറ്റുള്ളൂ? ക്ഷമിക്കണം. ഇത് മനുഷ്യർക്ക് ഏറ്റവും വലിയ പ്രയാസമുള്ള ഒരു കാര്യം. എന്നാൽ ഇത് ഈസി ആയിട്ടുള്ള ഒരു കാര്യവുമാണ്. ഇനി ആരെങ്കിലും നമ്മളോട് ഇടർച്ച ഉണ്ടാക്കിയാലോ അവന്റെ കഴുത്തേലോട്ട് എന്താ ഇട്ടിരിക്കുക? തിരികല് കെട്ടി അവനെ എവിടെ കളഞ്ഞിരിക്കുക? ആഴത്തിൽ കളഞ്ഞു. അപ്പൊ അവന്റെ കിടപ്പ് എവിടെയാ? വെള്ളത്തിന്റെ അടിയില്. ഈ വെള്ളത്തിനടി കിടക്കുന്നവരോട് വേണ്ടി നമ്മൾ ദ്വേഷം വെച്ചോണ്ട് പകയം വെച്ചോണ്ട് ഇതിന് എന്നാ പ്രയോജനം? ഒരു പ്രയോജനമില്ല. അവൻ ഓൾറെഡി പിശാചിന്റെ കൈ കിടക്കുക. അവൻ വെള്ളത്തിന്റെ അടിയിലെ കിടക്കുന്നുണ്ട്. അവന്റെ കാര്യം പോക്ക. പിന്നെ നമ്മൾ അവന് വേണ്ടി പകയം വെച്ചോണ്ടിരുന്നിട്ട് എന്നാ പ്രയോജനം? മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഇവിടെ പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കഴുത്തിൽ. അപ്പൊ ഇനി നോക്കി, ആരെങ്കിലും ഉപദ്രവിക്കുന്നവര് ഇവിടെ കർത്താവ് ക്ഷമിക്കുമോ? ഇവരെയൊക്കെ ഉപദ്രവിക്കുന്നൊക്കെ പറയുന്നുണ്ട്. കർത്താവ് അവരെ ക്ഷമിക്കുമോ? ഇല്ല. ദൈവദാസന്മാരെ ഉപദ്രവിച്ച ആരിടപെട്ടോളും? ദൈവം ഇടപെടും. അവരെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടേക്കുന്നത് എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 10-11 വാക്യം ഒന്ന് വായിച്ച്. നീതി നിമിത്തം
ഉപദ്രവിക്കപ്പെടുമ്പോൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ആ സ്വർഗരാജ്യം അവർക്കുള്ളത്. ആ എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അവൻ പണ്ടുണ്ട അപ്പച്ചന്മാര് ഇവരെ ഉപദ്രവിച്ചെണ്ണ എന്തോ ചെയ്യുകയായിരുന്നു? അവരെ എന്ത് ചെയ്യായിരുന്നു? ക്ഷമിച്ചു. അല്ല, അവര് സന്തോഷിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ നമ്മളെ ബന്ധുക്കോസുകാരെന്തോ ചെയ്തോണ്ടിരിക്കുക? കേസ് കൊടുക്കാൻ പോവുക. അല്ല, കരഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവേ, അവരെ ഉപദ്രവിക്കുന്നു, കർത്താവേ അവരെ കർത്താവേ നീ അറിയുന്നില്ല, കർത്താവേ നീ കാണുന്നില്ലയോ, കർത്താവേ. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഞാൻ സ്വർഗരാജ്യം കൊടുക്കാൻ പോകുന്നത്, അവർക്ക് വലിയ 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 നന്മയാണ് കൊടുക്കാൻ പോകുന്നത്. അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ അതെ. ഭാഗ്യവാന്മാര്. അവര് ഭാഗ്യവാന്മാരെ. ഇവര് കിടന്ന് കരയും അവര് ഭാഗ്യവാന്മാരാകാതിരിക്കാൻ വേണ്ടി. തലതിരിക്കാൻ പ്രാർത്ഥിക്കുന്നത്. ബൈബിള് വായിക്കുന്നൊന്നുമില്ലെന്നേ. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ കരയുന്നതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ കരയണം. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട പോലെ ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കണം. ഇത് നിങ്ങൾ ഇനി കോടതിയിലോട്ട് കൊണ്ടുപോകാൻ പോവാ. എവിടോട്ട് കൊണ്ടുപോകാൻ പോവാ? കോടതിയിലോട്ട്. ഈ കോടതിയിലെ പ്രാർത്ഥന ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചു രാവിലെ തന്നെ, പാസ്റ്ററെ ഈ പ്രാർത്ഥനയെ പറ്റി പഠിപ്പിച്ചു തന്നുണ്ട്. ഉടനെ തന്നെ ഓടിപ്പോയി എവിടെയാണെന്നറിയാമോ? ലൂക്കോസ് 18 അധ്യായം ഇടവിടാതെ പ്രാർത്ഥിപ്പൻ. ഞാൻ പറഞ്ഞു അത് കൂടെ കൊണ്ടുപോകാം, പേടിക്കുമൊന്നും വേണ്ട, നിങ്ങൾ ധൃതി പിടിക്കണ്ട, ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്ന സ്ഥലത്തെല്ലാം ഞാൻ കൊണ്ടുപോകണം. ഓക്കെ ഓക്കെ. ഇനിയും പത്രോസിന്റെ ചോദ്യം വന്നാട്ട് 18 അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ എന്ന് വായിച്ചു. 21, 22 വാക്യം വായിച്ചേട്ടാ ആദ്യം. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത് വേദപണ്ഡിതാക്കള് അഭിപ്രായപ്പെടുന്നത് 770 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 times 70 എന്ന് പറഞ്ഞാൽ 490 പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൗണ്ടബിൾ ടൈം എന്നാണ് അവർ പലരും പറയുന്നത്. ഓക്കെ, എന്നാൽ യേശുവും അതുപോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ക്ഷമിക്കണം എന്നുള്ളതാണ് ഇപ്പൊ പറയാനായിട്ട് പോകുന്നത്. അതിന് യേശു അടുത്ത ഉപമ പഠിപ്പിക്കാനായിട്ട് പോവാണ്. എന്ത് പഠിപ്പിക്കാൻ പോവാ? ഉപമ. അതിന്റെ 23 വാക്യം വായിച്ചേട്ടാ. തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന അല്ല, അതിന് മുമ്പേ ഉള്ള വാക്യം പറഞ്ഞില്ല. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. മതി, അവിടെ നിൽക്കട്ടെ. അതാണ് വിഷയം. സ്വർഗരാജ്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? കണക്ക് തീർക്കുന്നത് അല്ലല്ല, സ്വർഗരാജ്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം. അപ്പൊ സ്വർഗരാജ്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു രാജാവ് തന്റെ ദാസന്മാരെ വിളിച്ചു, കണക്ക് തീർക്കാൻ പോവുക, അവരെ വിളിക്കാൻ പോവാണ്. അതിനോടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗരാജ്യത്തെ. എന്നിട്ട് ഇനി അതിന്റെ താഴോട്ട് വായിച്ചാട്ടെ, 28 വരെ വായിച്ചാട്ടെ. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വീട്ടുവാൻ വകയില്ലായികയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന്
പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ അതൊന്ന് പോകുമ്പോൾ അണ്ടർലൈൻ ചെയ്താട്ട. അതിന്റെ 27-ാമത്തെ വാക്യം ഒന്ന് അണ്ടർലൈൻ ചെയ്താട്ട. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞു, അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. എത്ര താലന്താ കൊടുക്കാറുള്ളത്? 1000 താലന്ത്. 10,000 അല്ലേ? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? അതെ, 10,000. 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കടം മുഴുവൻ, അവന്റെ ഭാര്യയും മക്കളെ എല്ലാം എന്തായി തീരണം? വിൽക്കണം, കടം വീട്ടണം. അന്നത്തെ കാലത്ത് ജപ്തി ചെയ്യുകയല്ല, മുഴുവനും വിറ്റ് കടം വീട്ടിക്കുവാണ്, അല്ലേ? അതെ, അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? അതെ. ഓക്കെ, ഒരു കടം നമ്മൾ വെച്ചു കൊടുത്തു. ഇനി അടുത്ത 28 മുതൽ 31 വരെയുള്ള വാക്യം വായിച്ചേട്ടാ. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കിച്ചു. മതി, ഇതല്ല അവിടെ നിർത്തിക്കാണ്. ഇപ്പം 10,000 താലന്ത് ക്ഷമിച്ചവന്, ക്ഷമ കിട്ടിയവന് 100 വെള്ളിക്കാശിന് പിടിച്ചു ചോദിക്കാൻ, തൊണ്ടയ്ക്ക് പിടിച്ചു ചോദിക്കാൻ പോയത് ന്യായമാണോ? അല്ല. ഇതാ നമ്മൾ ചെയ്യുന്നത്. ഞാനൊരു മഹാഭാവിയായിരുന്നു, എന്റെ മുഴുവൻ കാര്യങ്ങളും ആര് ക്ഷമിച്ചു? കർത്താവ് ക്ഷമിച്ചു. പിന്നെ കർത്താവിന്റെ ദാസൻ എന്നോട് ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ക്ഷമിക്കാനൊട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ കാണിക്കുന്നത് നല്ല കാര്യമാണ്? അല്ല. എന്റെ സകല കടങ്ങളും എന്റെ അകൃത്യങ്ങളും പാപങ്ങളും മുഴുവൻ ക്ഷമിച്ചു കിട്ടിയ ഞാൻ, ദൈവദാസൻ എന്നെ പറ്റി എന്നോടൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അതിനെ ഓപിച്ച് വലിയ ദേഷ്യപ്പെട്ട് നടത്തുന്നത് ശരിയാണോ? പറഞ്ഞേ. ശരിയല്ല. ഇതാണ് രാജാവ് ചോദിക്കുന്നത്. അടുത്ത ഭാഗങ്ങൾ വായിച്ചു. ഇനി വായിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കിച്ചു. അപ്പം ഈ ഇപ്പൊ സംഭവിച്ചത് കിടക്കുക തടവിൽ. തടവിലാക്കിച്ചു. അവനെ തടവിൽ കിടക്കും. അപ്പൊ ഞാന് കർത്താവിന്റെ ദാസനോട് ക്ഷമിക്കാതിരിക്കുന്നിടത്തോളം കാലം കർത്താവിന്റെ ദാസൻ എവിടെ കിടക്കുക? തടവിൽ കിടക്കുക. കാരണം കർത്താവിന്റെ ദാസൻ എന്നെ പറ്റി എന്നോട് എന്ത് ചെയ്തു? പക ഉണ്ടാക്കി വെച്ചു, അല്ലെന്നുണ്ടെങ്കിൽ ഇടർച്ച ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ തടവില്ല. ഞാന് ഇപ്പൊ എവിടെ പോവാന്ന് നോക്കണം. അടുത്ത വായിച്ച ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കയാൽ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. ഇപ്പം ആ യജമാനന്റെ ദാസൻ രാജാവ് ഇപ്പൊ എന്താ പറയുന്നത്? നീ എന്നോട് അപേക്ഷിക്കുകയിൽ നിന്റെ കടമൊക്കെയും ഞാൻ എന്ത് ചെയ്തു? ഇളച്ചു തന്നു. അപ്പം 2 പ്രാവശ്യം രാജാവ് പറയുന്നുണ്ട്, നിന്റെ കടം ഞാൻ ഇളച്ച് തന്നു എന്ന്. രാജാവ് പിന്നീട് കടം നീ എനിക്ക് കടപ്പെട്ടത് തിരിച്ചു വേണമെന്ന് ചോദിക്കത്തില്ല. പറഞ്ഞു മനസ്സിലായി? രാജാവ് ക്ഷമിച്ചത് തന്നെ, എഴുതി തള്ളിയത് തന്നെ ആണോ? അതെ. അപ്പം ഗവൺമെന്റ് എഴുതി തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തള്ളിയതാ. പിന്നെ അതിനകത്ത് പിന്നീട് അത് കൂട്ടിച്ചേർക്കാൻ അവർക്ക് പറ്റത്തില്ല. ഇത്ര കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പം രാജാവ് എഴുതി തള്ളി, അത് തന്നെ ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് വായിച്ചാട്ടെ. 33. എനിക്ക് നിന്നോട് കരുണ തോന്നിയത് പോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ? അപ്പൊ എനിക്ക് രാജാവ് ചോദിക്കാണ്, എനിക്ക് മോനിച്ചാ നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് ആരോടാ? ബെഞ്ചമിനോട് എന്താ കരുണ തോന്നാതിരുന്നത് എന്ന്. അടുത്തത് അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ
കടമൊക്കെയും തീർക്കുവോളം ആ. അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പൊ എന്നെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ. ആരാ ദണ്ഡിപ്പിക്കുന്നവരാരാ? ദണ്ഡിപ്പിക്കാത്തവരാ ഞാൻ എന്ത് ചെയ്യുക? ഉപദ്രവിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആമേൻ. അപ്പൊ ഞാൻ എവിടെ പോയി കിടക്കണം? ഞാൻ കർത്താവിന്റെ ദാസനോട് ക്ഷമിക്കാതിരുന്നാൽ ജയിലില്. ഉപദ്രവം ഏൽക്കുന്നവര്. കർത്താവദാസൻ ജയിലിലാണ് കിടക്കുന്നത്. ഞാൻ ജയിലിൽ മാത്രമല്ല, ഉപദ്രവം ഏൽക്കുന്നവരോ ജയിലിൽ വെറുതെ കിടക്കുകയല്ല, അതെ. ബോധം വെറുതെ കിടക്കുകയല്ല, ഇടിയും വാങ്ങണം, തൊഴിയും വാങ്ങണം, ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലാണ്. ഇപ്പൊ പിടി കിട്ടിയോ? അപ്പം ഞാൻ ജയിലിൽ കിടക്കാണ്. അടുത്ത വാക്യം വായിച്ചാണ്. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ ആ. സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. Praise the Lord. അപ്പം നേരെ സാത്താന്റെ കയ്യിൽ ചെന്ന് വീഴുക ചെയ്യുന്നു. അപ്പം ഏതാ എളുപ്പം? ഏതാ നല്ലത് നമ്മുടെ ജീവിതത്തില്? ക്ഷമിക്കുക എന്നുള്ളത്. പക്ഷെ ഏറ്റവും കൂടുതൽ ക്ഷമിക്കാതിരിക്കുന്നത് കൊണ്ടുള്ള വല്ല ഗുണമുണ്ടോ? ഇല്ല. കർത്തൃ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായിട്ടുള്ള വിഷയമാണ് ക്ഷമിക്കുക എന്നുള്ളത്.